മോനെ, നീ നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നാണോ അങ്കിൾ? അതേ മോനെ, എന്തായാലും മഹേശ്വരി ഇതൊന്നും പറയില്ല. പിന്നെ എൻ്റെ അച്ഛൻ തന്നെയാണ് അങ്കിൾ എന്നോടൊക്കെയും പറഞ്ഞത്. മഹി? അതെ അങ്കിൾ, അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു. അന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു. അപ്പച്ചിയെ കണ്ടെത്തണമെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അച്ഛന് അപ്പച്ചിയെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. അന്നെൻ്റെ മുന്നിൽ സർവ്വതും തുറന്നു പറഞ്ഞിട്ട് എന്നോടൊത്ത് കഴിഞ്ഞിട്ട് അന്ന് പോയ എൻ്റെ അച്ഛൻ്റെ ജീവനില്ലാത്ത ശരീരമാണ് ഞാൻ പിന്നീട് കാണുന്നത്. അതിലെനിക്കിന്നും സംശയം ബാക്കിയാണെങ്കിൽ എൻ്റെ അമ്മയും കൂടപ്പിറപ്പുകളും അവരുടെ മക്കളും അറിയാതെ എൻ്റെ അച്ഛനൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതിലെ സത്യാവസ്ഥ ഞാൻ കണ്ടെത്തും. എൻ്റെ അച്ഛൻ്റെ അവസാനം ആഗ്രഹമായിരുന്നു അപ്പച്ചിയുമായുള്ള കൂടിക്കാഴ്ച. അത് നടത്തിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ, പക്ഷേ ആ വാക്ക് പാലിക്കാൻ ഞാൻ എൻ്റെ ടീമിനെ കൊണ്ട് അവരെ കണ്ടെത്തി. അവരുടെ അവസ്ഥ അതെന്നെ വേദനിപ്പിച്ചു. എൻ്റെ പ്ലാനിലാണ് ചാന്ദിനി നമ്മുടെ അരികിൽ എത്തിപ്പെട്ടത്. അങ്കിളിനറിയാലോ, അമ്മയോ മറ്റാരെങ്കിലുമോ അറിഞ്ഞ സ്വത്തിനു വേണ്ടി അവരെ ഇല്ലാതാക്കാൻ പോലും മടിക്കില്ല. അയാളെ എൻ്റെ ഭാര്യയായി ചിത്രീകരിച്ചത് അതിനാണ്. അതിലൂടെ അവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് തന്നെ എത്തിച്ചേരും. മോനെ, അപ്പോ മോളെ നിനക്ക്? അങ്കിൾ, എനിക്ക് മോനെ, ആ കുട്ടി നിന്റെ ജീവിതത്തിൽ തന്നെ തുടരണമെന്നാണ് എനിക്ക്. അവൾ നല്ല കുട്ടിയാണ്. അമ്മയ്ക്കും കൂടപ്പിറപ്പുകൾക്കും വേണ്ടി സ്വന്തം ജീവിതം തന്നെ ഹോമിക്കാൻ തീരുമാനിച്ചവൾ. ഒരു കണക്കിൽ നോക്കിയാ നീയും അത് തന്നെയല്ലേ ചെയ്തത്? പക്ഷെ നിന്റെ ത്യാഗം അർഹതപ്പെട്ടവർക്ക് വേണ്ടി ആയിരുന്നില്ല. സത്യം തിരിച്ചറിയാതെ സാരഥി നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് പോലും ഒന്നിനും കഴിഞ്ഞിരുന്നില്ല. പക്ഷെ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ തകർന്നു പോയി അവൻ. മോനെ, കഴിഞ്ഞതൊക്കെ മറക്ക്. നീയും ചന്തുമോളും വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കണം. മോൻ അവളെ ഒന്ന് ശ്രദ്ധിക്ക്. അവളെ ഒഴിവാക്കാൻ ഒരു കാരണം കണ്ട നീ എന്നോട് പറയൂ. ഞാൻ പിന്നെ നിർബന്ധം പിടിക്കില്ല. അയാൾ ഫോൺ കട്ടാക്കി കളഞ്ഞു. മഹി ഒരു നിമിഷം ചിന്തിച്ചു. മഹിയേട്ടാ? ആ സ്വരം കാതിൽ പതിഞ്ഞതും അവൻ പെട്ടെന്ന് തിരിഞ്ഞു. ചിരിയോടെ നിൽക്കുന്ന ചന്തു. ഒരു നിമിഷം അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. നോക്കാം. അവൻ ബെഡിലേക്ക് കിടന്നുകൊണ്ട് അവളെപ്പറ്റി ആലോചിച്ചു. അപ്പോഴൊക്കെ അവൻ്റെ ചുണ്ടിൽ ഒരിളം പുഞ്ചിരി നിലനിന്നു. ഡാ, എന്തായടാ കാര്യങ്ങൾ? അച്ഛാ, ഏടുപിടിയൊന്നും നടക്കില്ല. അവനിപ്പോ കമ്പനിക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെ തന്നെ കുറ്റിയടിച്ച സ്ഥിതിക്ക് നമ്മളിപ്പോ എന്തിനെങ്കിലും മുതിർന്ന കുഴിച്ചു മൂടിയത് പലതും പൊങ്ങി വന്നെന്നിരിക്കും. അതുകൊണ്ട് അയാൾ ചാടി എണീറ്റു. ഒന്നും മിണ്ടാതെ കയ്യും കെട്ടി നോക്കി നിന്ന വന്ന് കയറിയവർ മൂടോടെ കൊണ്ടുപോകും. അത് കണ്ട് പഞ്ചപുച്ഛ അടക്കി നിൽക്കേണ്ടി വരും. എനിക്ക് മടുത്തു ഇങ്ങനെ അഗതി ജീവിതം. ഇനിയെങ്കിലും എനിക്ക് രാജ്യം പിടിച്ചടക്കി രാജാവായി വാഴണം. ഹാ, ബെസ്റ്റ്. എല്ലാം നേടിയാലും രാജാവ് വല്യച്ഛൻ തന്നെയാകും, അച്ഛൻ മന്ത്രിയും. അയാൾ ഉറക്ക ചിരിച്ചു. അതിന് കളി എപ്പോഴും അവസാനിക്കുന്നില്ലല്ലോ മോനെ. നിന്റെ അച്ഛനൊന്ന് തീരുമാനിച്ചുവെങ്കിൽ അത് നടത്തിയിരിക്കും. അച്ഛാ? അതേടാ, ഈ കളിയിൽ രാജ്യമെനിക്കാ. കിരീടം ചൂടാത്ത രാജാവ് ഞാനും, നീ എൻ്റെ മന്ത്രിയും. എൻ്റെ കാലം കഴിഞ്ഞ
പിന്നെ നീയാണ് രാജാവ്. ദേവൻ ദത്തിന്റെ ചുമലിൽ കൈയിട്ടു. ചേർത്ത് പിടിച്ച് ക്രൂരമായ ചിരിയോടെ പറഞ്ഞു, രാജാവ് ചമഞ്ഞ സാരഥി ഇന്ന് എവിടെയാണോ അവിടെയാണ് അവൻ്റെ മകനുള്ള സ്ഥാനവും. നീ എൻ്റെ ഒപ്പമുണ്ടെങ്കിൽ നമ്മൾ നിഷ്പ്രയാസം രാജ്യം പിടിച്ചെടുക്കും. ഞാനെന്നും എൻ്റെ അച്ഛനൊപ്പം തന്നെയല്ലേ? ദത്ത് അയാളുടെ കവിളിൽ ചുണ്ടമർത്തി. ദേവ്, എന്താച്ചാ? ദത്ത് നിന്നോട് എന്തേലും പറഞ്ഞോ? എന്താച്ചാ, ജുവലറിയുടെ കാര്യമാണോ? ആ, അത് തന്നെ. ഈശ്വരിയെ കയ്യിലാക്കി അതവൻ എഴുതി വാങ്ങിക്കാനുള്ള പ്ലാൻ നടത്തുന്നുണ്ട് എന്നെനിക്കറിയാം. അതെ അച്ഛാ, പേപ്പേഴ്സൊക്കെ റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. അതിലൊരു സൈൻ കിട്ടിയ അപ്പച്ചിയെയും മാമൻ്റെ വഴി അയക്കണമെന്നാണ് പറയുന്നത്. അവനത് ചെയ്യും. പക്ഷേ നീ അവനോട് പറയണം അതിൽ നേർപകുതി അവകാശം നിനക്കും വയ്ക്കാൻ. എന്തിനാച്ചാ, നമ്മൾ ഒന്നിച്ചല്ലേ ഇതുവരെ എല്ലാം നേടിയത്? പണത്തിൻ്റെ കാര്യത്തിൽ ആരെയും വിശ്വസിക്കരുത്. അതിന് നിന്റെ തന്തയായ എന്നെ പോലും. നമ്മുടെ ദത്തിൻ്റെ കാര്യത്തിൽ ആ വിശ്വാസക്കുറവ് വേണ്ടച്ചാ. എടാ, അത് വിടച്ചാ. ലച്ചുവിൻ്റെ കാര്യം എങ്ങനെയാച്ചാ? അവളെക്കൊണ്ട് അവനെ കെട്ടിക്കാമെന്നോർത്താ എവിടുന്നോ ഒരു ദരിദ്രവാസി പെണ്ണിനെ കെട്ടിയെടുത്തില്ലേ അവൻ. ഇനി ആ പ്ലാൻ നടക്കില്ല. തന്നെയുമല്ല, അത്ര നല്ല സ്വഭാവമാണല്ലോ അവൾക്ക്. അച്ഛാ, വരുമ്പോൾ പോലും അവളവനെ കണ്ടിരുന്നു. ഞാൻ അറിഞ്ഞു. അമ്മ? ഇല്ല, ആർക്കൊന്നും അറിയില്ല. അറിയുകയും വേണ്ട. അയാളുടെ മുഖം വലിഞ്ഞു മുറുകി. രാത്രി തൻ്റെ ശരീരത്തിൽ എന്തോ ഇഴയുന്ന പോലെ തോന്നിയതും മഹി ഞെട്ടി കണ്ണുകൾ തുറന്നു. തന്നിലേക്ക് പടർന്നു കയറുന്നത് ഒരു പെണ്ണാണെന്ന് കണ്ടതും അവൻ ഞെട്ടി. എത്തി ടേബിൾ ലാമ്പ് കത്തിച്ചു. ലച്ചു? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഈശ്വർ, എനിക്ക് നിന്നെ വേണവടാ. പണ്ടു മുതലേ കൊതിക്കുന്നതാ ഞാൻ നിന്നോടൊത്തിങ്ങനെ. അവൾ അവൻ്റെ ചുണ്ടിൽ വിരൽ കൊണ്ട് ഞെരടി. അവൻ്റെ ചുണ്ടിനെ ലക്ഷ്യം വെച്ച് മുഖം താഴ്ത്തി വന്നു. ഭ, കഴിവറുടെ മോളെ! അവൻ അവളെ നിലത്തേക്ക് തള്ളിയിട്ടുകൊണ്ട് ചാടി എണീറ്റു. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. മഹി ദേഷ്യത്തോടെ അവളെ പിടിച്ചെണീപ്പിച്ചു. അവളുടെ ഈരു കവിളിലും മാറി മാറി അടിച്ചു. അവളുടെ ചുണ്ട് പൊട്ടി ചോര ചീറ്റി. എന്നിട്ടും അവൻ അടിച്ചുകൊണ്ടേയിരുന്നു. അവൾ നിലത്തേക്ക് കുഴഞ്ഞു വീഴും വരെ. അവൾ വീണതും കലിയടങ്ങാതെ കൈകൾ ചുരുട്ടി അവൻ ഭിത്തിയിലേക്ക് ഇടിച്ചു. നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെനിക്ക്. എണീറ്റ് പോടി. നിന്നെ പറ്റൊരു സ്ത്രീയുണ്ടിവിടെ. അവരെ ഓർത്ത് മാത്രാ ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നത്. എണീറ്റ് പോടി, ഉരുമ്പെട്ടോളെ. നീ ഒരു പെണ്ണ് തന്നെയാണോടി? ഹാ, അത് ശരിയാ. ബാംഗ്ലൂരിൽ പിഴച്ച് നടന്ന നിനക്ക് ഇപ്പം അതില്ലാതെ പറ്റുന്നുണ്ടാകില്ല. പക്ഷെ അതിന് നീ കണ്ടെത്തിയ ആള് മാറിപ്പോയി. ഇപ്പം ഇറങ്ങിക്കോണം ഈ റൂമിൽ നിന്ന്. അവളുടെ മുഖം വലിഞ്ഞു മുറുകി. എടാ, നിന്നോടൊരു മോഹം തോന്നിപ്പോയി. അതിന് നീ എന്നെ ഇതിന് പകരം വീട്ടിയില്ലെങ്കിൽ എൻ്റെ പേര് ഐശ്വര്യലക്ഷ്മി എന്നല്ല. നീ ചെവി നുള്ളിക്കോ. നീ കെട്ടിയെടുത്തുകൊണ്ടുന്ന സുന്ദരി കോതയുമായി ഒരു ജീവിതം നിനക്കുണ്ടാകില്ല. അതിന് സമ്മതിക്കില്ല ഞാൻ. അവൾ പറയും നിന്നെ വേണ്ടാന്ന്. നിന്റെ മുഖത്ത് നോക്കി നിന്നെ അവൾ വെറുക്കുന്നു എന്ന് പറയും. പറയിക്കും ഞാൻ. എണീറ്റ് പോടിപ്പുല്ലേ. മഹി അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് തള്ളി. അവൻ ഡോറടച്ച് കുറ്റിയിട്ടു. ഛേ, അവന് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല. അവൻ നേരെ ബാൽക്കണിയിലേക്ക് നടന്നു. ഓരോന്നും ഓർത്തും പറഞ്ഞും ദേഷ്യമടക്കാൻ പാടുപെട്ട് അവൻ തലങ്ങും വിലങ്ങും നടന്നു. രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയതാണ് ശരത്തും
മറ്റുള്ളവരും. സർജനുമായി സംസാരിച്ചു വരുന്ന രഘുവിനെ കണ്ടതും ചന്തുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അങ്കിൾ. ആ മോളെ, അങ്കിള് നേരത്തെ വന്നോ? പിന്നില്ലേ, ഇന്നലെ കിടന്നിട്ട് ശരിക്കും ഉറക്കം വന്നില്ല. ഞാൻ രാവിലെ ഇങ്ങ് പോന്നു. അയാൾ ലളിതയെ ഒന്ന് നോക്കി. അവർ മുഖം കുനിച്ചു പിടിച്ചു. പവിയെ തിയേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആള് നമ്മൾ കരുതിയ പോലല്ല. നല്ല മിടുക്കി കുട്ടിയാ. എന്നെ കണ്ടതും ചിരിയോടെയാ സംസാരിച്ചത്. നിങ്ങളെ കാണണോ എന്ന് ചോദിച്ചു. അപ്പൊ പറയുവാ സർജറി കഴിഞ്ഞ് കണ്ടോളാമെന്ന്. അവൾക്കൊരു പേടിയില്ല. നിങ്ങൾ പേടിക്കാതിരുന്നാ മതി. ചന്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒപ്പം പാറുവിൻ്റെയും. എന്തിനാ വിഷമിക്കുന്നേ? ഒന്നും ഉണ്ടാകില്ല. പ്രാർത്ഥിച്ചോളൂ. ഡോക്ടർ പോയതും അവർ പ്രാർത്ഥനയോടെ പുറത്ത് കാത്തുനിന്നു. ഏവരുടെയും ഹൃദയമിടിപ്പ് കൂടിയ നിമിഷങ്ങൾ. മണിക്കൂറുകൾ കഴിഞ്ഞ് ഡോക്ടർ വരുമ്പോൾ അയാളുടെ മുഖം തെളിഞ്ഞു നിന്നിരുന്നു. ഒന്നും പേടിക്കാനില്ല, സർജറി സക്സസ് ആയിരുന്നു. ആ വാക്കുകളിൽ അവരുടെ മരുഭൂമിയായ മനസ്സുകളിൽ മഞ്ഞു തുള്ളിയായി പതിച്ചു. നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുന്ന പാറുവിൻ്റെ കയ്യിൽ കോർത്തു പിടിച്ചുകൊണ്ട് ശരത്ത് കണ്ണുകൾ അടച്ചു കാണിച്ചു. അവൾ കണ്ണീരോടെ ചിരിച്ചു. അന്നത്തെ ദിവസം സന്തോഷത്തിൻ്റേതായിരുന്നു. സർജറി കഴിഞ്ഞ പവിയെ ഐസിയുവിൻ്റെ ഗ്ലാസ്സിലൂടെ അവർ നോക്കിക്കണ്ടു. അവൾ ഓക്കെയാണ്. അന്ന് വൈകുന്നേരം ശരത്ത് നാട്ടിൽ പോയിട്ട് വരാമെന്നറിയിച്ചു. അമ്മ, ഞാൻ ശരത്തേട്ടൻ്റെ ഒപ്പം പോയിട്ട് വരാം. അതെന്താ പാറു, നമുക്കൊന്നിച്ചു പോയാൽ പോരെ? അതല്ലമ്മ, പവിയുടെ സർജറി കഴിയുമ്പോൾ ചെയ്യാനായി ഞാൻ നേർച്ച പറഞ്ഞിരുന്നു. ഡിസ്ചാർജായി നമ്മൾ പോകാൻ ഇനിയും ദിവസങ്ങളെടുക്കും. എനിക്കതുവരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലമ്മ. ഇപ്പോൾ ആകുമ്പോൾ ശരത്തേട്ടനൊപ്പം പോകാം. നാളെ ഒപ്പം തിരിച്ചു വരികയും ചെയ്യാം. ശരി, മോള് പോയിട്ട് വാ. ദൈവത്തിനുള്ള നേർച്ച കടം വയ്ക്കണ്ട. അതോടെ ശരത്തിൻ്റെ കണ്ണുകൾ തിളങ്ങി. പാറു തൻ്റെ ഡ്രസ്സുകൾ ബാഗിലാക്കി യാത്ര പറഞ്ഞ് ശരത്തിനൊപ്പം ഇറങ്ങി. രഘു ഏർപ്പെടുത്തിയ കാറിൽ അവർ നാട്ടിലേക്ക് തിരിച്ചു. ഡ്രൈവർ കാണാതെ പരസ്പരം കൈ കോർത്തു പിടിച്ച് കണ്ണുകൾ കൊണ്ട് കഥകൾ പറഞ്ഞുകൊണ്ട് ഒരു യാത്ര. വാതിലിൽ തന്നെ അവരെ കാത്ത് ശാരദ നിൽക്കുന്നുണ്ട്. മക്കളെ, അവർ ഓടിയിറങ്ങി. പവിക്ക് എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല ശാരദേച്ചി. അതെ, നിങ്ങളുടെ സ്വന്തം മോൻ ഇവിടെ കുറ്റ പോലെ നിൽക്കുന്നത് കണ്ണ് കാണില്ലല്ലേ? 2 ദിവസം കാണാത്തതിൻ്റെ വല്ല വിഷമമുണ്ടോ നോക്കിക്കേ. ഒന്ന് പോടാ ചെക്ക, നിന്നെ കാണാത്തതിൽ എനിക്കെന്ത് വിഷമം? 2 വർഷമൊന്നും ആയില്ലല്ലോ, 2 ദിവസമല്ലേ ആയുള്ളൂ. ഞാനൊരു പെണ്ണ് കെട്ടട്ടെ, അപ്പം കാണാം. എന്ത് കാണാൻ? നീയും നിന്റെ പെണ്ണും ഇവിടെ തന്നെയല്ലേ? അതോ എൻ്റെ മോൻ ദത്തു നിൽക്കാൻ പോവുമോ? അവൻ മുഖം വീർപ്പിച്ച് അകത്തേക്ക് പോയി. പാറു ചിരിയോടെ അവരെ നോക്കി. ഞാൻ പോയി ഒന്ന് ഫ്രഷാകട്ടെ. അയ്യോ, ഒറ്റയ്ക്ക് എന്തിനാ ഇപ്പം അങ്ങോട്ട് പോന്നേ? മോൾ ഇവിടെ നിൽക്ക്. 2 ദിവസം ഒരനക്കവും ഇല്ലാതെ ആകെ മുഷിഞ്ഞു. ആ ചെക്കൻ്റെ അമ്മാന്ന വിളി കേൾക്കാണ്ട് എന്തോ വല്ലായ്മയായിരുന്നു. ആ, അങ്ങനെ വഴിക്ക് വാ. അകത്തൂന്ന് അവൻ്റെ ശബ്ദം. അവൾ ചിരിയോടെ പിന്നിലേക്ക് നടന്നു. മോളെ, ഈ വഴി കയറി വാ. വേണ്ട, ഞാൻ പിന്നിലൂടെ വരാം. മുന്നിലൂടെ വരുന്നെങ്കിൽ അത് കിച്ചൻ്റെ ഭാര്യയായി അമ്മയുടെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങിയിട്ട്. അവൾ ഉള്ളിലോർത്ത് ചിരിച്ചു. അവരും അവളുടെ ഒപ്പം പിന്നിലേക്ക് നടന്നു. മോളെ, ചന്തു വന്നിരുന്നോ? ആ, ഇപ്പോഴും അമ്മയോടൊപ്പം ഉണ്ട്. ലീവ് എടുത്തേക്കുവാ. അത് നന്നായി. തൻ്റെ റൂം അവൾക്ക് തുറന്നു കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു. മോള് ചെന്ന് കുളിക്ക്, ഞാൻ എന്തേലും കഴിക്കാനെടുക്കാം. അവൾ തലയാട്ടി അകത്തേക്ക് കയറി. വാതിൽ ചാരി അവൾ ഇടാനുള്ള പാവാടയും ബ്ലൗസും എടുത്ത് ബാത്റൂമിൽ കയറി. കുളിച്ചിറങ്ങുമ്പോൾ അവൾക്ക് നല്ല ഉന്മേഷം തോന്നി. അവൾ ഇട്ട ഡ്രസ്സ് അലക്കി പുറത്ത് വിരിച്ചു കയറി. റൂമിൽ ചെല്ലുമ്പോൾ വാതിലിന് മറവിൽ ഒളിഞ്ഞു നിന്ന ശരത് അവളുടെ പിന്നിൽ നിന്നും ഇറുകെ കെട്ടിപ്പിടിച്ചു. കഴുത്തിൽ മുഖം പൂഴ്ത്തി
പെട്ടെന്നായതുകൊണ്ട് അവളൊന്ന് ഞെട്ടി, പക്ഷെ നിലവിളിച്ചില്ല. അവന്റെ ഭാഗ്യം. കിച്ച, എന്താ ഇത്? ഒന്ന് പോയേ, അമ്മ എങ്ങാനും വന്ന, വിറയലോടെ അവൾ പറഞ്ഞു. വന്നോട്ടെ കിച്ച. അവൻ അവളുടെ കർണഞരമ്പിൽ ഒന്ന് കടിച്ചു നുണഞ്ഞു. അവൾ ഒന്ന് വിറച്ചു. അവൻ ഷോൾഡറിലെ ഡ്രസ് താഴ്ത്തി അവിടം കടിച്ചു നുണഞ്ഞു. കിച്ച. നേർത്തു പോയിരുന്നു ആ സ്വരം. അവൻ്റെ കൈകൾ അരയിൽ മുറുകി. മോളെ. അവൾ ഞെട്ടിത്തിരിഞ്ഞു. അവൻ പെട്ടെന്ന് ഡോറിന് മറവിലൊളിച്ചു. അവൾ പതർച്ചയോടെ അവരെ നോക്കി. മോള് വാ, നമുക്ക് കഴിക്കാം. ആ, ഇപ്പൊ വരാം. അവൾ പറഞ്ഞതും അവർ തിരിഞ്ഞുപോയി. അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. അവൻ ഒന്നിളിച്ചു കാട്ടി. പോയേ പോയേ. എൻ്റെ ജീവൻ ഇപ്പോൾ പോയേനെ. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. നെഞ്ച് ശക്തിയിലിടിച്ചതും അവൾ പിടച്ചിലോടെ മിഴികളുയർത്തി അവനെ നോക്കി. അവളുടെ മൃദുസ്പർശം അവനിൽ വികാരമുണർത്തി. അവൻ കണ്ണുകൾ അടച്ചു പിടിച്ചു. അവൾ പിന്മാറാനൊരുങ്ങിയതും അവൻ്റെ കയ്യിൽ പിടിമുറുകി. കിച്ച. അവൻ മെല്ലെ കണ്ണുകൾ തുറന്നു. അവൻ്റെ കണ്ണിൽ ചുവപ്പ് പടർന്നിരുന്നു. അവൻ അവളുടെ ചുമലിൽ പിടിച്ച് തിരിച്ചു നിർത്തി. ടവലിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്ന മുടിയുടെ താഴെ വിട്ടുകിടക്കുന്ന ഹുക്ക് മെല്ലെ ഇട്ടുകൊടുത്തു. പിന്നെ അവളുടെ പിൻകഴുത്തിൽ അമർത്തി ഉമ്മ വെച്ച് അവളെ തിരിച്ചു. അവളുടെ മുഖം ചുവന്നുപോയി. അവൻ 2 കൈകൊണ്ടും മുഖം പിടിച്ചെടുത്ത് നെറ്റിയിൽ മൃദുവായി ഉമ്മ വച്ചു. നാളെ നമുക്ക് ഒന്നിച്ച് ക്ഷേത്രത്തിൽ പോകാട്ടോ. അവൾ മെല്ലെ തലയനക്കി. അമ്മ റൂമിൽ വന്ന പിന്നൊന്നും പറ്റില്ല. അതാ വന്നത്. പോട്ടെ. കവളിൽ തട്ടിക്കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി. കണ്ണിറുക്കിക്കൊണ്ട് അവൻ തൻ്റെ റൂമിലേക്ക് നടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ പാറു സ്വന്തം വീട്ടിലേക്ക് പോയി. അത്യാവശ്യമൊന്ന് വൃത്തിയാക്കി അവൾ കുളിച്ച് ഡ്രസ്സ് മാറി ക്ഷേത്രത്തിലേക്കിറങ്ങി. ഇടവഴിയിലെത്തിയതും അവളെ കാത്തു നിൽക്കുന്ന ശരത്തിനെ കണ്ടതും അവളുടെ മുഖം വിടർന്നു. എന്നാ അവളെ കണ്ട അവൻ്റെ കിളികൾ പറന്നു. ബ്ലാക്ക് പാവാടയിൽ യെല്ലോ ഡോട്ടുകൾ, ബ്ലാക്ക് യെല്ലോ ഷെയ്ഡ് ഷോൾ, യെല്ലോ ബ്ലൗസ്, ഇടതൂർന്ന മുടി വിടർത്തി തുളസിക്കതിര് ചൂടിയിട്ടുണ്ട്. അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കി. ആ നിമിഷം ആ പെണ്ണിനെ വാരി പിടിച്ച് നെഞ്ചോട് ചേർക്കാൻ തോന്നിപ്പോയി അവന്. കിച്ച. മിഴിച്ചു നിൽക്കുന്ന അവനെ തട്ടി വിളിച്ചുകൊണ്ട് അവൾ പുഞ്ചിരിച്ചു. അവൻ മനോഹരമായി പുഞ്ചിരിച്ചു. ക്ഷേത്രത്തിലേക്കായതുകൊണ്ട് മാത്രം ചെക്കൻ പിടിച്ചു നിന്നു വേണം എന്ന് പറയാൻ. ചെക്കൻ പിടിച്ചു നിന്നു എന്ന് വേണം പറയാൻ. അവർ ഒന്നിച്ച് ക്ഷേത്രത്തിൽ കയറി തൊഴുതു പ്രാർത്ഥിച്ചു. അവൾ അവന് ചന്ദനം തൊട്ടുകൊടുത്തു. അപ്പോഴൊക്കെ അവൻ്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു നിന്നു. തിരികെ കൈകോർത്ത് നടക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ വീണ്ടും ആ ഉമ്മിക്കാനുള്ള ആഗ്രഹം മെല്ലെ തലപൊക്കി. ആളൊരു ഉമ്മച്ചനാണല്ലോ. അതിനൊരു സൗകര്യം നോക്കി നിന്ന അവൻ്റെ മുന്നിലേക്കാണ് പെണ്ണ് വലിയൊരു ഓഫർ വയ്ക്കുന്നത്. കിച്ച, വന്നേ, ചായ കുടിച്ചിട്ട് പോകാമെന്ന്. ചെക്കൻ്റെ ഉള്ളിൽ 1000 ലഡു ഒന്നിച്ചു പൊട്ടി. അവനത് കേൾക്കേണ്ട താമസം അകത്തേക്ക് ചാടിക്കയറി. പാറുസേ. അവൻ്റെ കണ്ണിൽ കുസൃതി. അവൻ്റെ മുന്നിലേക്കുള്ള നടത്തം അത്ര പന്തിയായി കുട്ടിക്ക് തോന്നിയില്ല. അവൾ പിന്നിലേക്ക് നടന്നു. അവൾ ഭിത്തിയിൽ തട്ടി നിന്നതും അവൻ അവളുടെ ഇരുമിഴികളിൽ ആഴ്ന്നിറങ്ങി. പാറുസേ, ഈ ഡ്രസ്സിൽ എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവം. അവൻ അവളുടെ കണ്ണുകളിൽ അരുമയായി ഉമ്മ വച്ചു. കിച്ച. അവളുടെ ആ വിളിയിൽ വിടർന്ന ചുണ്ടിനെ നോക്കി അവൻ പ്രണയത്തോടെ അവളുടെ ചുണ്ടുകൾ ചേർത്ത് വച്ചു. അതേസമയം മഹിയെ ഒന്ന് കാണാൻ കൊതിച്ച് രാവിലെ തന്നെ ലളിതയോട് കള്ളം പറഞ്ഞ് മംഗലത്ത് തറവാട്ടിലേക്ക് പോവുകയാണ് ചന്തു. 2 ദിവസം കാണാതെ ഇരുന്നപ്പോഴാണ് അവൾ അവനെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അവൾ തന്നെ മനസ്സിലാക്കുന്നത്. ഓട്ടോയിലിരിക്കുമ്പോൾ
അവളുടെ മനസ്സ് അവൾക്ക് മുന്നേ പായുകയാണ് അവൻ്റെ അരികിലേക്ക്. മുറ്റത്ത് നിൽക്കുന്ന ദേവുവിനെ കണ്ടിട്ടും ദേവു ചോദിച്ച ചോദ്യങ്ങൾ അവഗണിച്ചുകൊണ്ട് അവൾക്കൊരു ചിരിയും സമ്മാനിച്ച് അവൾ സ്റ്റെപ്പുകൾ ഓടിക്കയറി. ഷെടാ, ഈ ഏട്ടത്തി ഇതെങ്ങോട്ടാ? വെടികൊണ്ട പന്നിയെ പോലെ അവൾ ആലോചിച്ച് വായും പൊളിച്ചു നിന്നു. സ്റ്റെപ്പുകൾ ഓടിക്കയറി അവൾ അവനെ ഒരു നോക്ക് കാണാൻ കൊതിച്ച് ഡോർ വേഗം തുറന്നു. മുന്നിൽ കണ്ട കാഴ്ചയിൽ അവൾ തറഞ്ഞു നിന്നുപോയി. ബാത്റൂം ഡോർ തുറന്ന് തല തുവർത്തിയിറങ്ങിയ മഹി വാതിൽ ചന്തുവിനെ കണ്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങി. എന്നാ ഞെട്ടി വിറച്ചു നിൽക്കുന്ന അവളെ കണ്ട് മഹി അവളുടെ മിഴികളുടെ പിന്നാലെ പാഞ്ഞു. ഒരു വേള മഹിയുടെ ശ്വാസം നിലച്ചുപോയി. ബെഡിൽ മൂടി പുതച്ചു കിടക്കുന്ന ലച്ചു. അവളുടെ ഡ്രസ്സുകൾ നിലത്ത് ചിതറിക്കിടക്കുന്നു. അവൻ വിറയലോടെ ചന്തുവിനെ നോക്കി. അവളുടെ ആ നിൽപ്പ് അവനെ ഉലച്ചു കളഞ്ഞു. തുടരും.